ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചിതൽ എന്ന ജീവിയെ പറ്റിയാണ്. പൊതുവെ എല്ലായിടത്തും കാണുന്ന ഒരു ഷഡ്പദമാണ് ചിതൽ. ആസോപ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഇത് സാമൂഹിക ജീവിയാണ്. ഉറുമ്പുകളെയും തേനീച്ചകളെയും കടന്നലുകളെയും പോലെ നിരവധി എണ്ണം വലിയ കോളനിയായി കഴിയുന്നു. മനുഷ്യർ പൊതുവെ ചിതലിനെ ശല്യമുണ്ടാക്കുന്ന ഒരു കീടമായാണ് കാണുന്നതെങ്കിലും പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള ജീവിയാണ് ഇത്. ഒരു സാധാരണ കോളനിയിൽ നിംഫുകൾ, പ്രായപൂർത്തി എത്താത്തവ, ജോലിക്കാർ, പട്ടാളക്കാർ, പ്രത്യുൽപാദന ശേഷിയുള്ളവർ, രാജ്ഞി, ചിലപ്പോൾ ഒന്നിലധികം എന്നിവയാണ് ഉണ്ടാവുക. ഉഷ്ണമേഖല, ഉപഭോക്ഷണ മേഖല പ്രദേശങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നു. പറക്കാൻ ശേഷിയുള്ള ചിതലുകൾ കോളനിയുടെ വലിപ്പം വല്ലാതെ വർദ്ധിക്കുമ്പോൾ പുതിയ കോളനി ഉണ്ടാക്കാനായി കൂടുവിട്ട് പുറത്തിറങ്ങാറുണ്ട്. ഇവയെ ഈയലുകൾ, ഗിയാംപാറ്റ എന്ന് വിളിക്കുന്നു. ആകൃതി, നിറവ് മൂലം വെളുത്ത ഉറുമ്പുകൾ അല്ലെങ്കിൽ വെള്ളുറുമ്പുകൾ എന്നൊക്കെ ഇവയെ വിളിക്കാറുണ്ടെങ്കിലും ഉറുമ്പുകളുമായി ചിതലുകൾക്ക് ആകുന്ന ബന്ധമേ ഉള്ളൂ. പാറ്റകളാണ് ചിതലുകളുടെ അടുത്ത ബന്ധുക്കൾ. പറക്കാൻ ശേഷിയുള്ള ഇണചേർന്ന മുട്ടയിടുന്ന പെൺചിതലിന് രാജ്ഞി എന്ന് വിളിക്കുന്നു. ഇണചേരാൻ കഴിവുള്ള രാജ്ഞിയുടെ സമീപത്ത് തന്നെയുള്ള പറക്കാൻ കഴിവുള്ള ആൺചിതലിനെ രാജാവ് എന്നും വിളിക്കാറുണ്ട്. ജനിതക വിദ്യകൾ ഉപയോഗിച്ചുള്ള പഠനങ്ങളിൽ നിന്നും കോളനിയിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പരിശോധിച്ചപ്പോൾ ഒന്നിലധികം എണ്ണങ്ങളുടെ സാന്നിധ്യം ഒരു കോളനിയിൽ ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നിലധികം പ്രത്യുൽപാദന ശേഷിയുള്ള ജോഡികൾ ഒരു കോളനിയിൽ തീരെ അസാധാരണമല്ല. പ്രായപൂർത്തിയായ ഒരു പ്രഥമ രാജ്ഞിക്ക് വളരെയധികം മുട്ടകൾ ഇടാനുള്ള കഴിവുണ്ട്. രാജ്ഞിയിൽ സാധാരണയുള്ളതിനാൽ അധികമായി അണ്ഡാശയ ബാഹ്യഘടന ഉൾപ്പെടെ ഉണ്ടായി വരുന്നതായിരിക്കും. ഇത് രാജ്ഞിയുടെ ഉദരഭാഗം വളരെ ഉയർത്തിരിക്കുന്നതിനും പ്രത്യുൽപാദന ശേഷി കൂടാനും കാരണമാകുന്നു. ഒരു ദിവസം രാജ്ഞിക്ക് 2000-ലധികം മുട്ടകൾ ഇടാൻ കഴിവുണ്ടായിരിക്കും. രാജ്ഞിയുടെ ഉദരഭാഗം വളരെ ഉയർത്തിരിക്കുന്നത് കൊണ്ട് സ്വതന്ത്രമായി ചലിക്കുക എന്നത് രാജ്ഞിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേലക്കാരുടെ സഹായം ആവശ്യമായി വരുന്നു. സമൂഹ പരിപാലനത്തിനായി ചിതലുകൾ ഫിറമോണുകൾ ഉപയോഗിക്കുന്നു. രാജ്ഞിയാണ് ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. രാജ്ഞിയെ നക്കി തുടയ്ക്കുമ്പോൾ ഈ ഫിറമോണുകൾ വേലക്കാരിൽ എത്തുന്നു. പിന്നീട് ഒരേ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുമ്പോൾ മറ്റുള്ള ചിതലുകളിലും എത്തുന്നു. രാജ്ഞിയിൽ നിന്നുള്ള ഫിറമോണുകളുടെ അളവിന് കുറവ് സംഭവിക്കുമ്പോൾ പ്രായം കൂടിയ ഒരു നിംഫ് രാജ്ഞി ആയി മാറുന്നു. ഇത്തരത്തിലുള്ളവയ്ക്ക് ക്രമേണ പ്രത്യുൽപാദന ശേഷി ഉണ്ടാകുന്നു. ഉറുമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ചിതലുകളിൽ പ്രത്യുൽപാദന ശേഷിയുള്ള ആൺചിതലുകൾക്ക് ജീവിതകാലം മുഴുവനും രാജ്ഞിയായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവയുടെ ശരീരവലുപ്പം രാജ്ഞിയെപ്പോലെ വർദ്ധിക്കാറില്ല. രാജ്ഞിയുടെയും രാജാവിൻ്റെയും ചിറകുകളുടെ സ്ഥാനത്ത് ചെറിയ മുനമ്പുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. കൂട്ടത്തിലെ ചിറകുള്ളവ അഥവാ ഈയലുകളെയും പ്രത്യുൽപാദന ശേഷിയുള്ളവയായി കണക്കാക്കുന്നു. ചിതലുകളിൽ വികസിച്ച കണ്ണുകൾ ഇവയ്ക്കാണ് ഉള്ളത്. പട്ടാളക്കാർക്കും വേലക്കാർക്കും കണ്ണുകൾ ഉണ്ടാകാറുണ്ട്. ഒരു കൂട്ടിലെ ചിതലുകളുടെ എണ്ണം കൂടുന്തോറും രാജകീയ ഫെറമോണിൻ്റെ അളവ് കുറയുകയും തുടർന്ന് നിരവധി നിംഫുകൾ പ്രത്യുൽപാദകരായി ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഒരു കൂട്ടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര എണ്ണം ചിതലുകൾ ഉണ്ടാകുമ്പോൾ മഴക്കാലത്തിന് തൊട്ടു മുൻപ് ചിറകുള്ള കൂട് വിട്ട് പുറത്തു പോകുന്നു. ഈ കൂട്ടപ്പറക്കലിന് സ്വാമിങ് എന്ന് പറയുന്നു. പിന്നീട് കോളനി സ്ഥാപിക്കാൻ പറ്റിയ ഒരിടം കണ്ടെത്തി അവിടെ കൂടുണ്ടാക്കാൻ തുടങ്ങുന്നു. കൂടുണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇവ തങ്ങളുടെ ചിറകുകൾ പൊഴിച്ച് കളയുന്നതാണ്. ഒരു കോളനിയിലെ ഭക്ഷണ സമ്പാദനം, ഭക്ഷണ സംരക്ഷണം, കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ, കൂട് പരിപാലിക്കൽ തുടങ്ങിയ സാമൂഹിക കർത്തവ്യങ്ങൾ ചെയ്യുന്ന അംഗങ്ങളാണ് ജോലിക്കാർ എന്ന് വിളിക്കുന്നു. ചില ജാതികളിൽ പരിഷ്കരണ പ്രവർത്തനങ്ങളും ഇവ ചെയ്യാറുണ്ട്. ഒരു ഒറ്റ ചിറകുകൾ ആവും ഇവയ്ക്ക് ഉണ്ടാകുക. ദഹിപ്പിച്ച് പാതി ദഹിപ്പിച്ചതോ ആയ വസ്തുക്കൾ വായിലൂടെ വിസർജ്യമായി പുറത്തെടുത്ത് വിതരണം ചെയ്താണ് ജോലിക്കാർ കൂട്ടിലെ ഭക്ഷണ വിതരണ സംവിധാനം നിലനിർത്തുന്നത്. സ്വയം ഭക്ഷണം കഴിക്കാൻ പ്രാപ്തമല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും പ്രതിരോധത്തിന് അനുസൃതമായി മുഖത്തിൻ്റെ ഘടനയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത പട്ടാളക്കാർക്കും ഭക്ഷണം നൽകേണ്ടത് ജോലിക്കാരാണ്. ഇതോടൊപ്പം കാര്യങ്ങൾ നോക്കുക, മുട്ടകളെയും കുഞ്ഞുങ്ങളെയും അനുയോജ്യമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുക, കൂട്ടിലെ താപനിലയും വായു ഗമനാഗമനവും നിയന്ത്രിക്കുക എന്നീ ജോലികളും ചെയ്യുന്നത് ജോലിക്കാരാണ്. ജോലിക്കാർക്ക് ഒട്ടും വികസിക്കാത്ത കണ്ണുകളാണ് ഉള്ളത്. ആക്രമണങ്ങളെ നേരിടാൻ ശാരീരികവും സ്വഭാവപരവുമായ പ്രത്യേകതകൾ ഉള്ള ചിതലുകളാണ് പട്ടാളക്കാർ. ബലമേറിയവയും ഉറച്ച ശരീരവും ആണ് ഇവയ്ക്കുണ്ടാവുക.
പൊതുവെ ഉറുമ്പുകളാണ് ചിതലുകളുടെ പ്രധാന ശത്രുക്കൾ. മിക്ക പട്ടാൾക്കാരുടെയും താടിയിൽ അവ കടിക്കാൻ ഉപയോഗിക്കുന്ന മാൻഡിലുകൾ പടർന്നിരിക്കുന്നതിനാൽ അവയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിവുണ്ടാകാറില്ല. നേർത്ത പാതകൾ അടച്ച് സംരക്ഷണത്തിനായി തങ്ങളുടെ വലിയ തലകൾ ഉപയോഗിച്ച് വഴി ഇവ അടച്ചു സൂക്ഷിക്കുന്നു. ഉറുമ്പുകളെയാണ് പട്ടാളക്കാർക്ക് മിക്കപ്പോഴും നേരിടേണ്ടി വരിക. ഇടുങ്ങിയ വഴികളിൽ വലിയ തലയും ശക്തമായ മാൻഡിലുകളും ഉപയോഗിച്ച് ഇവ ഫലപ്രദമായി പ്രതിരോധിച്ച് നിൽക്കുന്നു. വലിയ വഴിയാണെങ്കിൽ പട്ടാളക്കാർ അടുക്കടുക്കായി നിന്ന് ഉറുമ്പുകളുടെ ആക്രമണത്തെ നേരിടുന്നു. ഓരോ പട്ടാൾക്കാരുടെയും പിന്നിലായി മറ്റൊരു പട്ടാൾക്കാരൻ നിൽക്കുന്ന സ്വഭാവം കണ്ടുവരുന്നു. ഏതെങ്കിലും ഒരു പട്ടാൾക്കാരൻ കൊല്ലപ്പെടുകയാണെങ്കിൽ തലസ്ഥാനത്തേക്ക് പിന്നിൽ നിൽക്കുന്ന പട്ടാൾക്കാർ കയറുന്നതാണ്. മുന്നിൽ പട്ടാൾക്കാർ പോരാടുമ്പോൾ പിന്നിൽ ജോലിക്കാർ വഴി പൂർണ്ണമായും അടയ്ക്കുകയും അത് മുന്നിൽ നിൽക്കുന്ന പട്ടാൾക്കാരുടെ എല്ലാം മരണത്തിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചില ഇനങ്ങളിലെ പട്ടാൾക്കാർ മാൻഡിബിളുകൾ സ്വയം അടർത്തി മാറ്റി പോരാട്ടത്തിനിടെ ചാവേറുകൾ ആകാറുണ്ട്. അപ്പോൾ ഊറിവരുന്ന ദ്രാവകം ആയുള്ള സംയോഗത്താൽ പശിമയുള്ളതായി തീരുകയും അങ്ങനെ അധിനിവേശം നടത്തുന്ന ജീവികളെ കുടുക്കി നിർത്താനും കഴിയുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.